കുറഞ്ഞെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് ദുരിതം തുടരുകയാണ്. കോഴിക്കോട് പൊയിൽത്തായം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ നിരവധി വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കുന്നമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചു. ജില്ലയിൽ വലിയ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. കോഴിക്കോട് പൂലോട് പ്രദേശത്ത് ശക്തമായ മഴ. ഇന്നലെ കയറിയ വെള്ളം ഇറങ്ങിയതിന് പിന്നാലെയാണ് പ്രദേശത്ത് മഴ ശക്തി പ്രാപിച്ചത്. പൂലോട് പോകുന്ന പ്രധാന പാലത്തിന്റെ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു തകർന്നു. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വലിയ മഴക്കെടുതി തന്നെയാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? വെള്ളക്കെട്ടിൽ തുടരുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? ഈ വെള്ളക്കെട്ടിന് മുകളിൽ പിന്നെ വീണ്ടും മഴ പെയ്യുമ്പോൾ കൂടുതൽ ഗുരുതരമാണല്ലേ സാഹചര്യം? റോഷ്നി, കോഴിക്കോടിനെ സംബന്ധിച്ച് രാവിലെ കുറച്ച് ആശ്വാസമുണ്ടായിരുന്നു. ഇന്നലെ തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ഇടങ്ങളിലും പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഈ മടവൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലാണ് വെള്ളം കയറിയത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭാഗത്തും കടകളിലടക്കം വെള്ളം കയറിയിരുന്നു. ഇവിടെ ഈ പൊയിൽത്താഴം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ചോലക്കര താഴം, അതുപോലെ മൂന്നാം പായൽ, ഈ ഭാഗത്തൊക്കെ നിരവധി ഇടങ്ങളിലാണ് പൂനൂർ പുഴ കരകവിഞ്ഞതിന് പിന്നാലെയാണ് നിരവധി വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ പൊയിൽപ്പായം തന്നെയാണ്. ഈ ഭാഗത്തേക്ക് 7ഓളം കുടുംബങ്ങൾ ഇനിയും അവിടെ നിന്നും ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ വീണ്ടും കോഴിക്കോടിന്റെ ഈ മലയോര ഗ്രാമങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമാണ് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഇങ്ങപ്പുഴ എന്ന് പറയുന്ന ഈ ഭാഗം, ഞാനിപ്പോ നിൽക്കുന്നത് പൂലോട് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ പൂലോടുള്ള ഈ ഭാഗത്ത് ഈ പാലം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ അപകട ഭീഷണി നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ ഇങ്ങപ്പുഴ നിറഞ്ഞു കവിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ പൂലോട് പോകുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. പക്ഷേ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്തു. പ്രദേശത്ത് ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞപ്പോ വീണ്ടും സ്ഥിതിഗതികൾ മാറി. ശക്തമായിട്ടുള്ള മഴയാണ് പൂലോട് ഭാഗത്ത് പെയ്യുന്നത്. പക്ഷേ ഏറെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പ്രധാനപ്പെട്ട ഈ പാലം, അതായത് ഇങ്ങപ്പുഴ ഈ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ പാലത്തിന്റെ ഒരു ഭാഗം, അതായത് വരുന്ന അതേ ഭാഗമാണ് അതിന്റെ സൈഡിലുള്ള ഭിത്തി പൂർണ്ണമായിട്ടും ഇടിഞ്ഞു തകർന്നിപ്പോൾ നിലത്ത് പതിച്ചിരിക്കുകയാണ്. കോൺക്രീറ്റ് ഭിത്തിയാണ് ശക്തമായിട്ടുള്ള മഴയിൽ ഇപ്പോൾ ഇടിഞ്ഞു തകർന്നിരിക്കുന്നത്. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. പ്രത്യേകിച്ച് തൊട്ടടുത്ത് കക്കയം എക്കോ ടൂറിസം പോകുന്ന ഒരു പാത കൂടിയുണ്ട്, വനമേഖല കൂടിയാണ്. ഈ ഭാഗത്ത് തന്നെ 100-ലധികം വരുന്ന കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇന്നലെ ഈ ഭാഗത്ത് നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പുലോട് ഒട്ടനവധി കുടുംബങ്ങളാണ് ഇന്നലെ ഈ വെള്ളപ്പൊക്കം രൂപപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയതിന്റെ ആശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ വീണ്ടും സ്ഥിതിഗതികൾ മാറി. നല്ല മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പൂലോട്. ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നു. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇങ്ങപ്പുഴ നിറഞ്ഞു കവിഞ്ഞത് മാത്രമല്ല, ചോനൂർ പുഴയും സമാനമായ രീതിയിൽ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ചോനൂർ പുഴയുടെ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. പക്ഷേ എല്ലാ കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ദുരന്ത നിവാരണ സേനയൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇങ്ങപ്പുഴ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം എന്തായാലും അപകട ഭീഷണി നേരിടുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു നിലവിലുള്ള ഈ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു തകർന്നതിന് ശേഷം ഇവിടെ അധികൃതരായ ആരും തന്നെ ഒരു അപകട സൂചന പോലും നൽകിയിട്ടില്ല. നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. കേവലം ഒരു കയർ കൊണ്ട് മാത്രം കെട്ടിക്കൊണ്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ കയർ കൊണ്ടൊന്നും മാത്രം കാര്യമില്ല. കാരണം ഈ ഭാഗത്ത് എപ്പോ വേണോ വീണ്ടും കൂടുതൽ മണ്ണ് ഇടിഞ്ഞു തകർന്ന ഈ പുഴയിലേക്ക് വീഴാം. പ്രധാനപ്പെട്ട ഒരു പാലമാണ്. നിരവധി വാഹനങ്ങൾ ഇവിടെ ഇപ്പോഴും കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കേവലം ഈ ഒരു കയർ മാത്രമാണ് നിലവിൽ കെട്ടിയിട്ടിരിക്കുന്നത്. വേറെ മറ്റ് കൈവരികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പാലം തുടങ്ങുന്ന ഈ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു കൈവരിയുള്ളത്. അതും വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുഴ കുത്തിയൊലിച്ച് പോകുന്ന കാഴ്ചയാണ് എന്തായാലും കാണുന്നത്. അടുത്ത നിമിഷം പൂലോട് ഇന്നലെ കെട്ടിയ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ട്. ജനങ്ങൾ വളരെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് കഴിയുന്നത്. പക്ഷേ നിലവിൽ അവിടെയുള്ള ആൾക്കാരൊന്നും തന്നെ മാറി താമസിച്ചിട്ടില്ല. കാരണം ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഈ മഴ ഒന്ന് ശാന്തമായപ്പോൾ തന്നെ വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ നാട്ടുകാർ
വലിയ ആശ്വാസത്തിലായിരുന്നു. കുറച്ചു മുമ്പും ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടില്ല. പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിന്റെ ഇത്തരത്തിലുള്ള ഈ പുഴകളോട് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെയും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഈ ചോലക്കര താഴവും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളൊക്കെയും ഈ മടവൂർ ഗ്രാമപഞ്ചായത്തിന് തൊട്ടടുത്തുള്ള 5 വാർഡുകളിലാണ് നിലവിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഈ കരയേത് പുഴ ഏതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ട കുന്നമംഗലത്തെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇപ്പോൾ ഈ ചോനൂർ പുഴയിലെ വെള്ളം കയറി ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗതാഗത തടസ്സവും ആ മേഖലയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഷ്നി.